അനുഗ്രഹീതമായ കുരിശിൻ്റെ ചുവട്ടിലെ പുണ്യപ്പെട്ട ധ്യാനത്തിൻ്റെ ദിനമാണിന്ന്. ക്രൂശിത, ഈ അനുഗ്രഹീതമായ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ കോപം എന്ന മൂലപാപത്തെ ക്ഷമയുടെ പുണ്യം കൊണ്ട് അതിജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾ ധ്യാനിക്കുക. ഈ കുരിശിൻ്റെ മുമ്പിൽ ജീവിതം ചേർത്ത് വെച്ച് കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണുവണങ്ങി അനുഗ്രഹങ്ങളൊക്കെ അവോളം സ്വീകരിച്ച് ഈ നോമ്പുകാലത്തിൻ്റെ മുഴുവൻ ത്യാഗ പുണ്യ വഴികളും അവിടത്തോട് ചേർത്ത് ക്രൂശിത ഞങ്ങളങ്ങയെ വണങ്ങി പ്രാർത്ഥിക്കുന്നു. കുരിശിനാലെ ലോകമൊന്ന വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്ന വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്ന വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ. കുരിശെ നമിക്കുന്നു. ഈശോയെ, രക്ഷയുടെ അവതാരമാകാൻ അങ്ങ് തീരുമാനമെടുത്തപ്പം രക്ഷിക്കാൻ കണ്ടെത്തിയ മാർഗം കുരിശിൻ്റെ വെരിമാറിലെ ആത്മാർപ്പണമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ കുരിശിൻ്റെ ധ്യാനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവമായി മാറുമ്പോൾ കോപം എന്ന മൂലപാപത്തെ ഞങ്ങൾക്ക് പിഴുതെറിയേണ്ടതായിട്ടുണ്ട്. മത്തായി സുവിശേഷം 5:22 ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സുഭാഷിതം 15:18 പറയുന്നുണ്ട്, മുൻകോപി കലഹം ഇളക്കിവിടും. ഈശോയെ, സങ്കീർത്തകന്റെ 37:8 കോപത്തിൽ നിന്നകന്നു നിൽക്കുക, ക്രോധം വെടിയുക, അത് തിന്മയിലേക്ക് മാത്രമേ നിന്നെ നയിക്കുള്ളൂ. നല്ല തമ്പുരാനെ, കോപം പാപകരമാണ് എന്ന് എഫെസസ് ലേഖനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കോപിക്കാം, പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കും മുമ്പേ നിന്റെ കോപം അവസാനിപ്പിക്കണം. നല്ല തമ്പുരാൻ്റെ കരങ്ങളിൽ ഈ അനുഗ്രഹീതമായ ദുഃഖവെള്ളിയാഴ്ച കോപത്താൽ ബന്ധിതമാക്കപ്പെട്ട, കോപത്തിൻ്റെ അവസ്ഥ കൊണ്ട് തകർന്നുപോയ ബന്ധങ്ങൾ, കോപം മൂലം തരിപ്പണമായ ജീവിതത്തിൻ്റെ ഇടങ്ങൾ പുനരുദ്ധരിക്കാൻ ക്ഷമയുടെ പുണ്യത്തിലേക്ക് നമുക്ക് നമ്മെ ചേർത്ത് വയ്ക്കാം. കുരിശിലെ ക്രിസ്തുമൊഴികളിൽ ഏറ്റവും തിളക്കത്തോടെ ലോകം ഏറ്റുവാങ്ങിയത്, പിതാവേ, ഇവരെന്താണ് ചെയ്യണമെന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ. മറ്റൊന്നും തമ്പുരാന് പറയാനില്ല. അറിഞ്ഞിട്ടാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ചില കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒറ്റിക്കൊടുക്കലുകളും ഓടിപ്പോകലുകളും ബലഹീനത കൊണ്ടും പരിണിത ഫലങ്ങളെക്കുറിച്ചുള്ള അവബോധങ്ങളുടെ വ്യക്തതയില്ലായ്മ കൊണ്ടുമാണെന്നറിയുക. ദുർബല നിമിഷത്തിലെ ഇടർച്ചകൾ കൊണ്ട് ദുരിതം വരുത്തിവെച്ച ജീവിതത്തെ കോപം അപകടകാരിയാണ്, ക്ഷമയാനുഗ്രഹമാണ്.
കരങ്ങൾ തുറന്നു പിടിച്ച് കുരിശിലെ തമ്പുരാനോട് പറയാം, തമ്പുരാനെ, കുരിശിലൻ ഈശോ ക്ഷമിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ജന്മകർമ്മ വീഥികളിൽ മുറിവായി മാറിയ, എന്നെ കളങ്കിതമാക്കിയ, എന്നെ ഒറ്റിക്കൊടുത്തോടിപ്പോയ, ഒറ്റയാക്കിയിട്ട് ഉപേക്ഷിച്ച എൻ്റെ ജീവിതത്തെ, സൽപ്പേരിനെ, എൻ്റെ അഭിമാനത്തെ, എൻ്റെ ബലങ്ങളെ തകർത്തില്ലായ്മ ചെയ്ത സകലരെയും സകല ജീവിതങ്ങളെയും ക്രൂശിത തുറന്നു പിടിച്ച കരങ്ങളിൽ നിന്റെ സന്നിധാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കുരിശിലൻ ഈശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചെടുത്തു. കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലെന്നീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരെ അൾത്താരയിൽ ഈ ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ക്രൂശിതനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവരോട് പൊറുക്കണേ തമ്പുരാനെ, ഇവരോട് പൊറുക്കണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ഇവരോട് പൊറുക്കണമേ, ഇവരറിയാതെ ചെയ്തതെല്ലാം. ക്രൂശിത, നിന്റെ തിരുമുമ്പിൽ നിൽക്കുമ്പം ഞങ്ങളൊരു സത്യം തിരിച്ചറിയുന്നു. അനുദിന ജീവിതം പ്രശ്നകലുഷിതമാകുമ്പം, സഹനാനുഭവങ്ങൾക്കിടയിൽ വല്ലാതെ ഉഴറുമ്പം, ദർശയുടെ ചുവടുകളുമായിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി വല്ലാതെ തത്രപ്പെടുമ്പം ഞങ്ങൾ നിയന്ത്രണമില്ലാത്തവരായി മാറുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്ന് മത്തായി സുവിശേഷം 6:14 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാനാണെന്നാണ് യാക്കോബ് ശ്ലീഹ 1:12 പറയുന്നത്. പ്രഭാഷകൻ 1:23 പറയുന്നത്, ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ, അത് കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. ക്ഷമിക്കണത് നഷ്ടമായിട്ടും കുറവായിട്ടും കഴിവുകേടായിട്ടും കാണുന്നിടത്ത് കർത്താവ് പറയുന്നുണ്ട്, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ മനസ്സ് വെച്ചേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ. വേറൊന്നും നമുക്ക് തമ്പുരാനോട് എന്ന് ചോദിക്കാനില്ല. ജീവിതത്തിൽ ഏത് ദുരനുഭവത്തിൻ്റെ പുറകിലും ഒരു ദൈവനിയോഗമുണ്ട്. ദൈവത്തോട് ബദ്ധമായിട്ടും ആലോചന ചോദിച്ചുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യാപരിക്കുന്നത് എങ്കിൽ, എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ചില സഹനാനുഭവങ്ങളെ രക്ഷാകര വഴികളോട് ചേർത്തു വയ്ക്കാൻ കഴിയുന്നവൻ നമ്മോട് പറയുന്നുണ്ട്, ഈ കുരിശിലായിരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ പഠിച്ചാൽ ജീവിതം കുറേം കൂടെ സുന്ദരാവും. ഈ യാത്ര കലുഷിതമായ ഏതു കടൽക്ഷോഭത്തിൻ്റെ ഇടയിലും തീരമണയാൻ തക്ക വിധമുള്ള സാന്ത്വനക്കുളിർത്തൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് സാലസ് പറഞ്ഞത്, ആരും നിന്നോട് ക്ഷമിക്കുക, അപ്പോൾ ആദ്യം തന്നെ നിനക്ക് ക്ഷമിക്കാൻ കൃപ കിട്ടും. ആദ്യം നീ നിന്നോട് ക്ഷമിക്കുക, കൃപയിലേക്ക് എത്താൻ പറ്റും. കർത്താവേ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കില്ലേ? കുരിശിൽ പഠിപ്പിച്ച പാഠം സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് കരുത്തു പകരില്ലേ? ബലമില്ലാത്ത ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണേ. ബലഹീനന്റെ ആയുധമല്ല, അത് ബലവാന്റെ ആയുധമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണേ. ഒറ്റയ്ക്കല്ല, മുൻപേ പോയവൻ
വല്ലാത്ത മുറിവിനിടയിലും വലിയ നിന്ദനങ്ങൾക്കൊടുവിലും അവഹേളനയുടെ നെറുകയിലായിരുന്നപ്പോഴും പഠിപ്പിച്ചതിൻ്റെ ആത്മീയ പ്രഭ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രകാശമായി ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഹൃദയത്തിന്റെ പ്രാർത്ഥന പോലെ നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലാം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ഒരുമയോടെ ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹത്തോടെ ഒരുമിച്ച് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഈ ദുഃഖവെള്ളി തിരുമുറിവിൻ്റെ ധ്യാനമാവട്ടെ. ഓരോ മുറിവിലൂടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് സൗഖ്യം പ്രദാനം ചെയ്യാൻ, ജീവിതത്തിൽ ഒരിക്കലും നാം ഇടറി വീഴാതിരിക്കാൻ ഇടർച്ചയുടെ മുഴുവൻ അനുഭവങ്ങളെയും തൻ്റെ ജീവിതത്തിൻ്റെ ഈ 5 മുറിവോട് ചേർത്തവൻ വിളിക്കുന്നുണ്ട് നമ്മെ ഓരോരുത്തരെയും. ഈശോയെ, തിരുമുറിവിൽ എന്നെ മറയ്ക്കണം. തിരുഹൃദയത്തിൽ എനിക്ക് ഇടം വേണം. നാഥ, ക്രൂശിത, നിന്നെ ഓർക്കുകയാണ്. നാഥ, നിൻ ക്രൂശിൻ്റെ യോഗ്യതയാണ്, ഈ ബലിയുടെ യോഗ്യതയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ വിജയമായി നിൽക്കുന്നത്. നാഥ, നിൻ ക്രൂശിൻ്റെ യോഗ്യതയാലെ എൻ പാപങ്ങളെ കഴുകണേ, ലോകപാപങ്ങളെ കഴുകണേ. അങ്ങനെ ഞാനൊരു പുതിയ സൃഷ്ടിയാവട്ടെ. ഇരു കരങ്ങളും നമുക്ക് ആ ക്രൂശിതനോട് ചേർത്ത് വരിച്ചു പിടിക്കാം. ജർത്രൂദ് പറയുന്നുണ്ട്, കരം വിരിച്ചു പിടിച്ചത് കാണുമ്പം ഞാൻ എൻ്റെ ക്രൂശിതനെ ഓർക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തിയെന്ന്. വിരിച്ചു പിടിച്ച കരങ്ങൾ ആ കുരിശോട് ചേർത്ത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു മഹാകൊലയാളിയെപ്പോലെ, കുറ്റവാളിയെപ്പോലെ നിന്ദിച്ചും അവഹേളിച്ചും പട്ടാളക്കാരുടെ നടുവിൽ 2 കള്ളന്മാർക്കിടയിൽ നമ്മുടെ തമ്പുരാൻ നിൽക്കുന്നത് പോലെ കരങ്ങൾ വിരിച്ചു പിടിച്ച്, നാഥാ, നിൻ ക്രൂശിൻ്റെ യോഗ്യതയാലെ എൻ പാപവും ലോകപാപങ്ങളും കഴുകണേ എന്ന് നമുക്ക് താഴ്മയോടെ ഒന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥാ, നിൻ ക്രൂശിന്റെ യോഗ്യതയാലെ എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. തമ്പുരാന്റെ വലതുകരത്തിൻ്റെ മുറിവോടൊന്ന് ചേർത്ത് നമ്മുടെ ജീവിതത്തെ കൊടുത്തി. കരങ്ങളിലൂടെ ചെയ്ത പാപാപരാധങ്ങൾ, എൻ്റെ വലതുകരം പാപത്തിൻ്റെ വഴിയിലൂടെ അനുഗ്രഹത്തിന് വിരുദ്ധമായി ഏതെങ്കിലുമൊക്കെ അപരാധങ്ങളെ വരുത്തി വച്ചിട്ടുണ്ട് എങ്കിൽ, കർത്താവേ, വലതുകരത്തിൻ്റെ മുറിവിനാൽ എൻ്റെ പാപങ്ങളെ നീ ഒന്ന് കഴുകിക്കേ. ഹൃദയപൂർവ്വം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. വലതുകരത്തിലെ മുറിവിനാലെ നാഥ, എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. ഇടതുകരത്തിൻ്റെ മുറിവുകൾ ഒരുപക്ഷെ അതും പലവിധത്തിൽ പാപബദ്ധമായ എൻ്റെ കരങ്ങളുടെ വഴിമാറലുകൾക്കൊക്കെ സഹനമേറ്റുവാങ്ങിയവൻ്റെ ഓർമ്മപ്പെടുത്തലുള്ളതല്ലേ. നല്ല തമ്പുരാനെ, എൻ്റെ ഇടത് ഭാഗത്തിന് മുഴുവനും ഒരുപാട് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം. ഇടതുകരത്തിൻ്റെ മുറിവോട് ചേർത്ത് ആ മുറിവിൻ്റെ ആ വേദനകളും മുറിപ്പാടിൻ്റെ ആഴവും എൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരമാകാനുള്ള പ്രാർത്ഥനയോടെ ഇടതുകരത്തിൻ്റെ മുറിവിനാലെ നാഥ
എൻ്റെ ജീവിതത്തെ, ലോകപാപങ്ങളെ, എൻ്റെ പാപങ്ങളെ കഴുകാൻ ഞാനിതാ അങ്ങയോട് പ്രാർത്ഥിക്കണം. ഇടതു കരത്തിലെ മുറിവിനാലെ നാഥ എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. എൻ്റെ കാൽപാദങ്ങൾ വലതുപാദത്തിൻ്റെ മുറിവ്, വഴിതെറ്റിയ പാദങ്ങളാ, ഇടറുന്ന ചുവട് വെച്ചതാ, അരുതായ്മയുടെ പലയിടങ്ങളിലും സഞ്ചരിച്ചതാ. കാലത്തിൻ്റെ കളങ്കങ്ങൾ ഒരുപാട് എൻ്റെ പാദങ്ങളെ അപകടപ്പെടുത്തിയിട്ടില്ലേ, മലിനമാക്കിയിട്ടില്ലേ? വേണ്ടാത്ത ഇടങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ പാദങ്ങളായി മാറേണ്ട, അവിടുത്തെ സഞ്ചാരപഥത്തിലൂന്നി സഞ്ചരിക്കേണ്ട എൻ്റെ പാദങ്ങൾ ഈശോയെ ഇടറിപ്പോയതോർക്കാണ്, വഴിമാറിയതോർക്കാണ്. എൻ്റെ വലതുപാദത്തിൻ്റെയും ഇടതുപാദത്തിൻ്റെയും പിന്നാമ്പുറത്ത് ഓർമ്മപ്പെടുത്തലേക്ക് ഇതാണ് വഴി, ഇതിൽ പോവുക എന്ന യെശയ്യാ പ്രവചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലേകിയിട്ടൊപ്പം നടന്നിട്ടും ഞാനത് അവഗണിച്ചു. തന്നിഷ്ടം പോലെ നടന്നു. എൻ്റെ ആഗ്രഹത്തിൻ്റെ, അഭിലാഷത്തിൻ്റെ വഴിയിലൂടെ ഞാൻ കർത്താവേ കലഹത്തിൻ്റെ, ഭിന്നതയുടെ, ശത്രുതയുടെ ഇടങ്ങളിലൂടെയൊക്കെ ഞാൻ നടന്നു. ഇന്ന് വലതു പാദത്തിൻ്റെ മുറിവിനാലെ ആ കുറവുകളെ നികത്താൻ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. വലതു പാദത്തിലെ മുറിവിനാലെ നാഥ എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. ഇടതുപാദത്തിൻ്റെ മുറിവുകളിലേക്ക് കൃപയൊഴുകാൻ വേണ്ടിയിട്ട്, ഇടർച്ചയുടെ വഴികളെ തിരുത്തപ്പെടാൻ വേണ്ടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ ഇടതുപാദത്തിൻ മുറിവിനാലെ പ്രാർത്ഥിക്കാം. ഇടതു പാദത്തിലെ മുറിവിനാലെ നാഥ എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് എനിക്കായി മാറുപിളർന്ന സ്നേഹത്തിൻ്റെ മുമ്പിലാണ്, എനിക്ക് വേണ്ടി നിന്നാവമാനങ്ങളേറ്റവൻ്റെ മുൻപിലാണ്. ഇതിലും വലിയ സ്നേഹം ലോകത്തിൽ എവിടെ കണ്ടെത്താനാവും? തിരുഹൃദയത്തിലെ മുറിവാണ് ലോകത്തിൻ്റെ മുഴുവൻ സൗഖ്യമായും അനുഗ്രഹമായും അവസാനത്തുള്ളി ചോരയും അവസാനത്തുള്ളി ജലവും നമുക്ക് വേണ്ടി ചിന്തി ഈശോ സ്നേഹത്തിൻ്റെ പുതിയ പാഠം നൽകി. കർത്താവേ, തിരുഹൃദയത്തിൽ ഇടം തരണേ. അങ്ങേ തിരുമുറിവിൽ എനിക്ക് അഭയം തരണേ. ഈ ജീവിതയാത്രയ്ക്ക് ഏക അഭയസ്ഥാനം തിരുഹൃദയമാണെന്നും തിരുമുറിവാണെന്നുമുള്ള തിരിച്ചറിവോടുകൂടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ക്രൂശിതനെ മാത്രം കണ്ണിമ വെട്ടാറ് നോക്കിയിട്ട് തിരുഹൃദയത്തിലെ മുറിവിനാലെ എൻ്റെ പാപം, ലോകപാപങ്ങൾ കഴുകണേ തമ്പുരാനെ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിലെ മുറിവിനാലെ നാഥ എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിലെ മുറിവിനാലെ നാഥ എൻ പാപവും ലോകപാപങ്ങളും കനിവാർന്നു കഴുകേണമേ. ഈശോയെ, കുരിശ് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷയും അനുഗ്രഹങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി കുരിശിൻ്റെ മുമ്പിൽ ഞങ്ങൾ അനുഗ്രഹത്തിൻ്റെ സാക്ഷികളായി മാറട്ടെ. മദർ തെരേസ പഠിപ്പിക്കുന്നുണ്ട്, കുരിശിലേക്ക് നോക്കുമ്പം എനിക്ക് വേണ്ടി മരിച്ചവനെ ഞാൻ കാണുന്നു,
പരിശുദ്ധ കുർബാനയിൽ ഇന്നും എനിക്കായി ജീവിക്കുന്നവനെയും ധീരരായ രക്തസാക്ഷികളുടെയൊക്കെ ജീവിതത്തിൻ്റെ കരുത്തായി മാറിയത് ഈ കർത്താവിൻ്റെ കുരിശുമരണം. ഇത്രയ്ക്ക് സ്നേഹിക്കാൻ, ഇത്രയ്ക്ക് സഹനവഴികളെ നെഞ്ചോട് ചേർക്കാൻ ചരിത്രത്തിൽ മറ്റാർക്കാണ് സാധിച്ചിട്ടുള്ളത്? ഒന്നുറപ്പിക്കാം, ഈ കുരിശിൽ ലോകത്തിനു മനസ്സിലാകാത്ത പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഓരോ ദുഃഖവെള്ളിയും നല്ല വെള്ളിയായി മാറുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവത്തിൻ്റെ മകൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ കുരിശോട് ചേരാൻ, കുരിശിനോട് ചേർത്തു തറയ്ക്കപ്പെടാനുള്ള തീരുമാനത്തെ അനുസ്മരിക്കുക മാത്രമല്ല, അത് ഒപ്പിയെടുക്കാൻ, ജീവിതത്തിൽ ആ നിലപാടുകളിലേക്കൊന്ന് വളരാൻ നമ്മെ ക്ഷണിക്കുക കൂടിയുമാണ്. നമുക്കും കർത്താവേ, ഞങ്ങളെയും നിൻ്റെ കുരിശിൻ്റെ അനുഗ്രഹീതാശീർവാദത്തിലൂടെ സ്വന്തമാക്കണേ. മുറിവുകളെ കാണുന്ന കാഴ്ചപ്പാടുകൾ തുറവിയുള്ളതാവട്ടെ. മുറിവേറ്റവനെ സമീപിക്കുന്ന ദർശനങ്ങൾക്ക് പുതിയ സൂചികകൾ ഉണ്ടാവട്ടെ. മുറിപ്പെടുത്തലല്ല, സൗഖ്യപ്പെടുത്തൽ. മുറിവേറ്റവർക്കിടയിലും മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്ന തമ്പുരാൻ്റെ അഭിഷേകത്തിൻ്റെ വഴി ഈശോയെ ഞങ്ങൾക്കായി ഒരുക്കി തരണേ. കർത്താവേ, ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ, ഈ കുരിശിൻ്റെ ഓർമ്മയിൽ ജീവിതത്തിന് പുനർവായന നടത്തി ക്ഷമിക്കാൻ പഠിച്ചും ക്ഷമയുടെ വഴികൾ പരിശീലിച്ചും യാത്ര ചെയ്യട്ടെ. ക്ഷമാശീലനാമെന്നേശുവേ, ശാന്തശീലനാമെന്നേശുവേ, എൻ്റെ ഹൃദയത്തെ അവിടുത്തെ ഹൃദയം പോലെ നാക്കണേ. വേറൊന്നും വേണ്ട. തുടർ യാത്രയ്ക്ക് അതിലേറെ ബലം കിട്ടുന്ന മറ്റെന്തള്ളേ ഈ കുരിശിലേക്ക് നോക്കിയിട്ട് ഇനിയുള്ള തുടർ ജീവിതയാത്രയ്ക്ക് വേണ്ട കരുത്താർജിക്കാം. ക്ഷമാശീലനാമെന്നേശുവേ. ക്ഷമാശീലനാം എന്നേശുവേ, ശാന്തശീലനാം എന്നേശുവേ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ക്ഷമാശീലനാം എന്നേശുവേ, ശാന്തശീലനാം എന്നേശുവേ. കഠിനമാ എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കഠിനമാ എൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പം എൻ്റെ മൂലപാപത്തിൻ്റെ വേരുകൾ, അവയ്ക്കെതിരായ പുണ്യത്തിൻ്റെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രൂശിതനെ നോക്കി, ക്രൂശിത ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ,
കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.